അടുത്ത പ്രശ്നം തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്ന് കുടിവെള്ളം മുടങ്ങും എന്നുള്ളതാണ്. അരുവിക്കരയിൽ നിന്നും നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ഈ നിയന്ത്രണം എത്തുന്നത്. അമ്പലമുക്കിൽ പൈപ്പ് പൊട്ടിയ സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾ ഇന്ന് നടക്കും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഓരോ പ്രതിസന്ധിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ മുടങ്ങും, പ്രതിസന്ധി കിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ഇപ്പോൾ പേടിയാണ്. അതിനിടയ്ക്കാണ് ഈ ഞായറാഴ്ച ദിവസം വന്നിട്ട് ഒരു ദിവസം നല്ല ഇത്ര മണിക്കൂറാണ് എങ്കിൽ പോലും ജലവിതരണം മുടങ്ങുന്നു എന്ന് പറയുന്നത് നഗരപ്രദേശത്തുള്ളവരെയൊക്കെ സംബന്ധിച്ച് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇതിപ്പോൾ എന്താണ് സംഭവം? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും വെള്ളം കിട്ടുമായിരിക്കും അല്ലേ? വലിയ പ്രശ്നമാട്ടോ വെള്ളത്തിന്റെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേശവദാസപുരം ലക്ഷ്മി നഗർ പ്രദേശത്താണ്. ഇവിടെ വെള്ളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ വെള്ളം വരുമെന്ന് അറിയിച്ച സമയം ഇന്നലെ വൈകുന്നേരമായിരുന്നു. പക്ഷേ അതിനുശേഷം പൈപ്പ് പൊട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള 22 വാർഡുകളിൽ വെള്ളമുണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. 19-ാം തീയതി വരെ ഭാഗികമായും പൂർണ്ണമായും 22-ാം തീയതി വരെ ഭാഗികമായും മുടങ്ങും എന്നുള്ളൊരു മുന്നറിയിപ്പ് വരികയാണ്. അമ്പലമുക്കിലാണ് ഇന്നലെ പൈപ്പ് പൊട്ടി വലിയ പ്രതിസന്ധി ഉണ്ടായത്. ഒരുപാട് സമയം വെള്ളം അതിനുശേഷമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞത്. നിലവിൽ എന്തായാലും വീടുകളിലടക്കം വെള്ളമില്ല. ഈ ടാങ്കിലൊക്കെ വെള്ളം പിടിച്ചു വെച്ച് വെള്ളം എത്ര സമയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. ഇത്രയധികം ദിവസം ഇങ്ങനെ കിടക്കുകയാണ്. അരുവിക്കരയിൽ നിന്നും വെള്ളം നഗരത്തിലേക്ക് എത്തിക്കുന്ന 900 mm പൈപ്പാണ് പൊട്ടിയത്. ഒരു കോൺക്രീറ്റ് പൈപ്പായിരുന്നു. അത് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒരുപാട് സമയം പോയി. അതിനുശേഷമാണ് ഇത് അടയ്ക്കാൻ കഴിഞ്ഞത്. അറ്റകുറ്റപ്പണികൾ ഇന്നലെ രാത്രി വൈകി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കാൻ ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നമ്മൾ ഇവിടുത്തെ ചില വീടുകളിലൊക്കെ കയറി അന്വേഷിക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ നല്ല സമയം എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. നമസ്കാരം. ഇത് ഞങ്ങൾ ലക്ഷ്മി നഗറിലുള്ള ബി ബ്ലോക്കിലാണുള്ളത്. 12-13 തീയതി വെള്ളം ഇല്ല എന്നുള്ള അനൗൺസ്മെൻറ്റുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളമില്ലായിരുന്നു. പിന്നെ 14-ാം തീയതി ഇന്നലെ മുതൽ ഭാഗികമായിട്ട് വരുമെന്ന് പറഞ്ഞു. 5:30 മണിക്ക് തുറന്നു. പക്ഷേ ഒരു 7:30 2 മണിക്കൂറിലേക്ക് സമയത്തേക്ക് മാത്രം തുറന്നു വിട്ടിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം ഉള്ളത്. എത്രത്തോളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുള്ളത്. നോട്ട് ഓൺലി ഫോർ ഡെയിലി പർപ്പസസ് പക്ഷേ ഓൾസോ ഡ്രിങ്കിങ് പർപ്പസസ് ഡയറക്റ്റ് വെള്ളം എടുക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഇതിപ്പോൾ പൈപ്പ് പൊട്ടി സാധാരണ നിലയിലുള്ള നിയന്ത്രണമല്ല, ഇതിപ്പോൾ പൈപ്പ് പൊട്ടിയൊരു പ്രതിസന്ധി കൂടെ ഉണ്ടായി. അപ്പോൾ എന്നാ പറയുന്നത് അതിപ്പം റിപ്പയർ ചെയ്യുക, എത്രയും വേഗം റിപ്പയർ ചെയ്യണം. പക്ഷേ ആസ് പെർ ദി ഇൻഫർമേഷൻ 12-13 ഉണ്ടാവില്ല. 14 മുതൽ 19-ാം തീയതി വരെ ഭാഗികമായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ശരിയാവും എന്നുള്ളതാണ് ഇൻഡിക്കേഷൻ ഉള്ളത്. ഇപ്പോൾ 1 more ബസ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു കാര്യമാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാപ്പ് കണക്ഷനിൽ ഇപ്പോൾ വെള്ളമില്ല. ടാങ്കി കിടക്കുന്ന വെള്ളം എത്ര ദിവസത്തേക്കൊക്കെ ഉണ്ടാവും? മാക്സിമം ഒരു 1.5 ദിവസത്തേക്ക് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. 1.5 days, 1.5 to 2 days മാക്സിമം. 22-ാം തീയതി വരെയൊക്കെ പ്രതിസന്ധി നീണ്ടുപോയി. വലിയ പ്രശ്നമായിരിക്കും. ഈ ടാങ്കുകളിൽ വെള്ളം എത്തിക്കാൻ കോർപ്പറേഷൻ ചില നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ടാങ്കർ ഒന്നും വന്നിട്ടില്ല. ഈ ഭാഗത്തൊന്നും ടാങ്കർ വന്നിട്ടില്ല, വെള്ളത്തിന് വന്നിട്ടില്ല. നാലാഞ്ചിറ കഴക്കൂട്ടം മേഖലയിലേക്ക് ടാങ്കറുകൾ വിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഏരിയയിൽ വന്നിട്ടില്ല, നമ്മുടെ അറിവിൽ വന്നിട്ടില്ല. അതാണ് കോർപ്പറേഷൻ പറയുന്നത്. ഈ ടാങ്കറുകൾ പരമാവധി ടാങ്കറുകൾ ഇറക്കി വെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ്. പക്ഷേ ആദ്യം വന്നിരുന്ന വാർത്ത എന്ന് പറയുന്നത് മുട്ടട, നാലാഞ്ചിറ, അതോടൊപ്പം തന്നെ കേശവദാസപുരം, പട്ടമടക്കമുള്ള മേഖലകളിൽ കുടിവെള്ളം മുടങ്ങുമെന്നായിരുന്നു. എങ്കിൽ രാത്രി വൈകി വന്ന മുന്നറിയിപ്പിൽ പറയുന്നത് 22 വാർഡുകളിൽ വെള്ളം മുടങ്ങുമെന്നാണ്. അത് ചെറിയ കാര്യമല്ല. 22 വാർഡ് എന്ന് പറയുമ്പോൾ ആകെയുള്ള 100 വാർഡിൽ 22 എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യ തന്നെയാണ്. വലിയൊരു പ്രദേശം തന്നെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പ്രശ്നപരിഹാരം എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ആളുകൾ ആശങ്കയോടെ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വീട്ടിലേക്കാണെങ്കിൽ പരമാവധി 2 ദിവസം ഉപയോഗിക്കാനുള്ള വെള്ളം കൂടി ടാങ്കിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ ആളുകൾ ഇങ്ങനെ ആശങ്കയിലാണ്. ഓക്കെ അമൽ, ഇതിപ്പോൾ ഒറ്റ ദിവസത്തെ കാര്യമല്ല പ്രശ്നം. ഈ കുറച്ച് ദിവസമായിട്ടൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അതിനെ തുടരുകയും ചെയ്യും. എത്രയും വേഗം തന്നെ ഈ ജലവിതരണം അത് തിരികെ എത്തുന്ന തരത്തിലേക്കൊക്കെ ഉള്ള നടപടികൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾ തന്നെ പറഞ്ഞത് കേട്ടല്ലോ. ടാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി ഒരു 1-2 ദിവസം, അതിനപ്പുറത്തേക്കൊക്കെ കൂടിപ്പോയാൽ തന്നെ പ്രശ്നമാണ്. പലയിടത്തും ഇപ്പോഴേ പ്രതിസന്ധിയാണ്.